ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ അഥവാ എയ്ബ് എന്നുള്ള പരീക്ഷ LLB പാസ്സായവരോ LLBയുടെ അവസാന സെമസ്റ്ററിൽ പഠിക്കുന്നവരോ അഡ്വക്കേറ്റ് എന്ന പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാനായി വേണ്ട സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ലഭിക്കാനായി എഴുതേണ്ട ഒരു പരീക്ഷയാണ്. ഇപ്പോൾ എയ്ബ് എന്നുള്ള പരീക്ഷ എഴുതിയാൽ മാത്രമാണ് അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുക. എൻറോൾമെന്റിന് ശേഷം 2 വർഷത്തിനുള്ളിൽ എയ്ബ് പരീക്ഷ പാസ്സായിരിക്കണം. ഇപ്പോൾ ഈ എയ്ബ് ഒരു MCQ രൂപത്തിലുള്ള ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷ സാധാരണ യൂണിവേഴ്സിറ്റി പരീക്ഷയൊക്കെ സബ്ജക്റ്റീവ് രൂപത്തിലുള്ള ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള റിട്ടൺ എക്സാംസ് ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് OMR ഷീറ്റിലേക്കുള്ള ഒരു പരീക്ഷയെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള ഒരു പരിശീലനമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്നുള്ള സബ്ജക്റ്റാണ്. ഈ എയ്ബ് പരീക്ഷയിൽ ഏകദേശം 19 സബ്ജക്ട്സോളം ഉണ്ട്. അതിൽ ഒരു പ്രധാന വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ. ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു സാമ്പിൾ ക്ലാസ് ആയിട്ട് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് എയ്ബ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ആ ഒരു പരിശീലനം എയ്ബിൻ്റെ ചോദ്യ രീതികളെ പരിചയപ്പെടാനും ഒരു MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ളൊരു ധാരണ ലഭിക്കാനും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഒരു അപ്രോച്ച് എയ്ബുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ LLBക്ക് ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട് എന്ന് പലർക്കും അറിയായിരിക്കുമല്ലോ. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ആ ക്രാഷ് കോഴ്സ് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എയ്ബിൻ്റെ ഈ 19 വിഷയങ്ങളും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വീഡിയോകൾ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ആ കോഴ്സിലേക്ക്. പക്ഷേ ഇപ്പോൾ അഡ്മിഷൻസ് ഓപ്പൺ ആണ്, ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് റെക്കോർഡഡ് ക്ലാസ്സസ് രൂപത്തിലുള്ള വീഡിയോകളും അതേപോലെ വളരെ എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന ഓരോ ആക്ടിൻ്റെ സമ്മറി രൂപത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽ PDF-കളും MCQ രൂപത്തിലുള്ള മോഡൽ എക്സാംസും അങ്ങനെയൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ഒരു കോഴ്സാണത്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് അതിനുള്ളത്. അപ്പോൾ ആ കോഴ്സിൻ്റെ ഒരു ഡെമോയോ ഒരു സാമ്പിളോ ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സിനെ കാണാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന അപ്രോച്ച് ഒരു MCQ ഫസ്റ്റ് അപ്രോച്ചാണ്. അതായത് എങ്ങനെയാണോ എയ്ബ് അതിനെ അങ്ങനെ തന്നെ നമ്മൾ റിപ്ലിക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാര്യം ഒരു പരീക്ഷയായിട്ടുള്ള ഒരു ഗ്യാപ്പ് കഴിയുന്നത്ര കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സാം ഫസ്റ്റ് എന്നുള്ളൊരു അപ്രോച്ചാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഒരു ലെവൽ അസസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. മാത്രമല്ല ഒരു MCQ സോൾവ് ചെയ്യേണ്ടപ്പോൾ ഒരു ടെക്സ്റ്റ് വായിക്കുന്നതിനേക്കാളും കൂടുതലായി നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ അറ്റൻഷൻ കൂടുതൽ കൊടുത്തായിരിക്കും നമ്മളത് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്ജക്റ്റിൽ കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും കൂടുതലായി ഒരു റീകോൾ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു രൂപത്തിൽ കൂടെ തന്നെ നമുക്ക് സിലബസ് കവർ ചെയ്യാം. ആ MCQ സോൾവ് ചെയ്യുന്ന തരത്തിൽ, അതായത് ആദ്യം ഒരു MCQനെ പരിചയപ്പെടുക, അതിനുശേഷം അതിൻ്റെ ഓപ്ഷൻസും അതിനോട് അടുത്ത് നിൽക്കുന്ന കൺസെപ്റ്റുകളും കൂടെ കവർ ചെയ്യുന്ന ഒരു അപ്രോച്ചിലാണ് ഈ ക്ലാസ് പോകുന്നത്. അങ്ങനെയുള്ള ക്ലാസ്സുകൾ നമുക്ക് ഈ 19 സബ്ജക്റ്റിന് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഇത് കൂടാതെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പഴയ അപ്രോച്ച്, അതായത് ആദ്യം കൺസെപ്റ്റ് പഠിക്കുക, അതിനുശേഷം ഇതിലേക്ക് വരുന്ന ഒരു അപ്രോച്ചും നമ്മൾ സമയമുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു പ്രധാനപ്പെട്ട ഒരു അപ്രോച്ചാണ്. MCQ രീതിയിൽ ചിന്തിക്കാനാണല്ലോ നമ്മളിപ്പം പരിശീലിക്കാത്തത്. അപ്പോൾ ആ ഒരു അപ്രോച്ചാണ് ഈ ഒരു വീഡിയോയുടെ എസൻസ്. നമുക്ക് സമയം കളയാതെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് ആദ്യ ചോദ്യം. ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ചോദ്യം നമ്പർ 1. സ്റ്റേറ്റ് അണ്ടർ ആർട്ടിക്കിൾ 12 ഇൻക്ലൂഡ്സ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. ആർട്ടിക്കിൾ 12 പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഓൺലി ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. ഓപ്ഷൻ ബി, ഓൺലി ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സ്. ഓപ്ഷൻ സി, ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് ഈച്ച് സ്റ്റേറ്റ് ആൻഡ് അതോറിറ്റീസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി, ഓൺലി അതോറിറ്റീസ് ക്രിയേറ്റഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, നോട്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മനസ്സിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ആണെങ്കിൽ പോലും നിങ്ങൾക്കും കൂടെ ചിന്തിക്കാനുള്ള സമയം നൽകിക്കൊണ്ടുള്ളൊരു അപ്രോച്ചാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തൊന്ന് ആലോചിച്ച് നോക്കുക.
സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റിനെ പറ്റി ആലോചിക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്കറിയാം 395 ആർട്ടിക്കിളുകളുണ്ട്, 25ഓളം പാർട്ടുകളുണ്ട്, 12 ഷെഡ്യൂളുകളുണ്ട്. ഈ 395 ആർട്ടിക്കിളുള്ളതിൽ 12ാമത്തെ ആർട്ടിക്കിളിലാണ് സ്റ്റേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 12ലാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന്റെ അടിയിൽ വരും എന്നുള്ളത് ആർട്ടിക്കിൾ 12 പറയുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് ഓൺലി ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബിയിൽ പറയുന്നത് ലെജിസ്ലേച്ചർ മാത്രമല്ല, എക്സിക്യൂട്ടീവിന്റെ കാര്യം. അവിടെ ഓൺലി എന്നാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ഓൺലി ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സ്. ഓപ്ഷൻ സി കുറച്ചും കൂടി ഇലാബറേറ്റ് ആണ്. ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് ഈച്ച് സ്റ്റേറ്റ് ആൻഡ് അതോറിറ്റീസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ ഓൺലി അതോറിറ്റീസ് ക്രിയേറ്റഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, നോട്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് ഈച്ച് സ്റ്റേറ്റ് ആൻഡ് അതോറിറ്റീസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇതാണ് സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റിന്റെ ആർട്ടിക്കിൾ 12ന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ, ആർട്ടിക്കിൾ 12ന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഭരണകൂടം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ, അല്ലെങ്കിൽ ഈ ഏബ് പരീക്ഷയുടെ ചോദ്യങ്ങൾ കണ്ടാൽ, നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനുള്ള ചില ക്ലൂകൾ ആ ക്വസ്റ്റ്യൻസിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കുക. ഇതിൽ ഓപ്ഷൻ എയിലും ബിയിലും സിയിലും ഓൺലി എന്നൊരു വാക്കുണ്ട്. ഓൺലി എന്നൊരു വാക്കുണ്ട്. ബിയിലും ഓൺലി ഉണ്ട്, അതേപോലെ ഡിയിലും ഓൺലി ഉണ്ട്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ജനറലി ലോ സബ്ജക്റ്റുകളിൽ നമുക്കറിയാം മിക്ക കാര്യത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കാര്യം സാധാരണ ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എക്സ്ട്രീം ലൈനിലേക്ക് പോകുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സാധാരണഗതിയിൽ തന്നെ ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് വരാം. ഇനി ഉത്തരം അറിയാത്ത ഒരു കേസിൽ ഇത്തരത്തിലുള്ള ഓൺലി പോലെയുള്ള വാക്കുകൾ, ഓൺലി, നെവർ അല്ലെങ്കിൽ ഓൾവേസ്, ഓൾവേസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ അത് പലപ്പോഴും തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. എ തെറ്റാണ്, ബി തെറ്റാണ്, ഡി തെറ്റാണ്, സി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇത് ഈ ഷോർട്ട് കട്ട് അപ്രോച്ച് അല്ലാതെ നമ്മൾ നോളജ് വഴി ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കിയാൽ, ലെജിസ്ലേച്ചർ, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, നിയമസഭകൾ മാത്രമാണോ സ്റ്റേറ്റിന്റെ പരിധി വരുന്നത്? അല്ല. ഇനി എക്സിക്യൂട്ടീവ്, ഗവൺമെന്റ് പോലെയുള്ള കാര്യങ്ങളാണോ, അത് മാത്രമാണോ പരിധി വരുന്നത്? അല്ല. ഇതെല്ലാം സ്റ്റേറ്റ് ആണ്. അതായത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സ്റ്റേറ്റിന്റെ ഭാഗമാണ്, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്, അതേപോലെ അതോറിറ്റീസ് ക്രിയേറ്റഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്, പല സ്റ്റാറ്റ്യൂട്ടറി ബോഡി വഴി ക്രിയേറ്റ് ചെയ്യുന്നതും സ്റ്റേറ്റിന്റെ ഭാഗമാണ്. അപ്പം മനഃപൂർവ്വം നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് MCQ എക്സാംസ് ചെയ്യുമ്പം നമുക്ക് വേണ്ട ആദ്യത്തെ ലോജിക്ക്. അതായത് ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആൾക്ക് ചില ഓപ്ഷൻസ് പൂർണ്ണമായും തെറ്റിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഒരു സൈക്കോളജിക്കലി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത ആളുടെ സൈക്കോളജി വെച്ച് ആലോചിക്കൂ. ചില ഓപ്ഷൻസ് പൂർണ്ണമായും തെറ്റിച്ചാലേ ഒരു ഉത്തരം കൺക്ലൂസീവായി ശരിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ലൂ ആ ഓപ്ഷൻസിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിവിടെ വളരെ എവിഡൻ്റ് ആണ്. എയും ബിയും ഡിയിലും ആ ഓപ്ഷൻസ് തെറ്റിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് എത്താം. എന്നാൽ ഇനിയും നോളജ് വെച്ച് നോക്കിയാൽ സ്റ്റേറ്റ് എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ്റും ഇന്ത്യൻ പാർലമെൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെ ഗവൺമെൻറ്റും അതത് സംസ്ഥാനങ്ങളിലെ നിയമസഭകളും ഉണ്ട്. അതേപോലെ ലോക്കൽ ബോഡീസ് ഉണ്ട്, പിന്നെ മറ്റ് അതോറിറ്റികളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്നുള്ള പരിധിയിൽ വരുന്നത്.
അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ആർട്ടിക്കിൾ 12 ഇൻക്ലൂഡ്സ് ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് ഈച്ച് സ്റ്റേറ്റ് ആൻഡ് ഓൾ ലോക്കൽ ഓർ അതർ അതോറിറ്റീസ് വിതിൻ ഇന്ത്യ ആൻഡ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പം ഈ ഒരു സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒരു MCQ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ട ഒരു ടെക്നിക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം ആർട്ടിക്കിൾ 13 ബന്ധപ്പെട്ടാണ്. ആർട്ടിക്കിൾ 13 നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആർട്ടിക്കിൾ 13 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വാട്ട് ഈസ് ആർട്ടിക്കിൾ 13 റിലേറ്റഡ് ടു? ആർട്ടിക്കിൾ 13 ഈസ് റിലേറ്റഡ് ടു ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള കൺസെപ്റ്റ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ 13 നിന്നാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ലോ ഫോർ ദി പർപ്പസ് ഓഫ് ആർട്ടിക്കിൾ 13? ആർട്ടിക്കിൾ 13 അനുസരിച്ച് ലോ എന്ന് വിളിക്കാൻ പറ്റാത്തത് എന്തിനെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഓർഡിനൻസ്, ഓപ്ഷൻ ബി എ റൂൾ മെയ്ഡ് അണ്ടർ എ സ്റ്റാറ്റ്യൂട്ട്, ഓപ്ഷൻ സി എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അണ്ടർ ആർട്ടിക്കിൾ 368, ഓപ്ഷൻ ഡി എ റെഗുലേഷൻ. അപ്പോൾ ഇത് എക്സാക്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ വേർഡിൽ നിന്ന് വന്നതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനും കോൺസ്റ്റിറ്റ്യൂഷന്റെ വേർഡിങ്സിൽ നിന്ന് തന്നെ ഉള്ളതാണ്. നമുക്ക് ബെയർ ആക്ട് എടുത്തിട്ട് ഈ എക്സാമിന് കയറാം. അപ്പോൾ ഈ ബെയർ ആക്ട് എടുത്ത് ആർട്ടിക്കിൾ 13 നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റേണ്ടതാണ്, സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റേണ്ടതാണ്. അത് അങ്ങനെ അല്ലെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റേണ്ടതാണ്, നോളജ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റേണ്ടതാണ്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ആർട്ടിക്കിൾ 13 അനുസരിച്ച് എന്താണ് നിയമം അല്ലാത്തതെന്നാണ്. അപ്പോൾ ആർട്ടിക്കിൾ 13 എന്താണ് നിയമം എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 13 ചില കാര്യങ്ങളെയാണ് നിയമം അല്ലെങ്കിൽ ലോ എന്നുള്ള കാറ്റഗറി പെടുത്തിയേക്കുന്നത്. അപ്പോൾ അവിടെ പാർലമെന്റ് പാസ്സാക്കിയ സ്റ്റാറ്റ്യൂട്ട്സ് ഒരു നിയമമാണ്, ഓർഡിനൻസ് ഒരു നിയമമാണെന്ന് പറയുന്നുണ്ട്, റൂൾ നിയമമാണെന്ന് പറയുന്നുണ്ട്, ബൈലോ നിയമമാണെന്ന് പറയുന്നുണ്ട്, റെഗുലേഷൻ നിയമമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നിയമമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആർട്ടിക്കിൾ 368 അനുസരിച്ച് വരുത്തുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലൊക്കെ കൊണ്ടുവന്ന് പാർലമെന്റ് പാസ്സാക്കിയാണ് അത് വരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അതൊരു നിയമമായിട്ട് നമ്മൾ സാധാരണ ആൾക്കാരെ വ്യാഖ്യാനിക്കാമെങ്കിലും അത് ആർട്ടിക്കിൾ 13 പരിധിയിൽ വരുന്ന നിയമത്തിന്റെ കാറ്റഗറിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 13 കാറ്റഗറിയിൽ എന്ത് നിയമമല്ല എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്. എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അണ്ടർ ആർട്ടിക്കിൾ 368 ഈസ് നോട്ട് ലോ ഫോർ ദി പർപ്പസ് ഓഫ് ആർട്ടിക്കിൾ 13. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിധിയാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നമ്പർ 24 ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്തുള്ള ഈ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിനെ ലോ ആയി പരിഗണിക്കുന്നതല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു ലോ അല്ലെങ്കിൽ പോലും ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ നിങ്ങൾക്കറിയാം. കേശവാനന്ദ ഭാരതി കേസിൻ്റെ അകത്താണ് ആ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ വരുന്നത്. അപ്പോൾ ആ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു നിയമം ഉണ്ടാക്കിക്കൂടാ. അതിൻ്റെ അകത്ത് ഈ കാര്യവും വരും എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റും അതിൻ്റെ ഉള്ളിൽ വരും. അതിനെ നിയമം എന്നുള്ള രീതിയിൽ കാണുന്നോ കാണുന്നില്ലയോ എന്നുള്ളത് വേറെ വശം. അതിനെ നിയമം എന്നുള്ള രീതിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിനെ നിയമം എന്നുള്ള രീതിയിൽ കാണുന്നില്ലെങ്കിൽ പോലും, ആർട്ടിക്കിൾ 13 നിയമം എന്നുള്ള രീതിയിൽ കാണുന്നില്ലെങ്കിൽ പോലും, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴി ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്താൽ അത് ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പരിധിയിൽ വരികയും ജുഡീഷ്യറിക്ക് വേണമെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെ നൾ ആൻഡ് വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനും പറ്റും, വേണമെങ്കിൽ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കിയിരിക്കുക. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് അറിയില്ലെങ്കിൽ ആർട്ടിക്കിൾ 13 എടുത്ത് നോക്കുക. ആർട്ടിക്കിൾ 13 ഇതിൻ്റെ വേർഡിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നത് തന്നെ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് റിട്ട് ഈസ് പ്രൈമർലി ഇഷ്യൂഡ് ടു പ്രൊഡ്യൂസ് എ ഡീറ്റെയിൻഡ് പേഴ്സൺ ബിഫോർ ദി കോർട്ട് ടു എക്സാമിൻ ദി ലീഗാലിറ്റി ഓഫ് ഡിറ്റൻഷൻ? അപ്പം ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ഏബ് ക്വസ്റ്റ്യനിൽ തന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒരു 19 സബ്ജക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ 19 സബ്ജക്റ്റും സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, പിന്നത്തേത് ചിലപ്പോൾ ഫാമിലി ലോ ആയിരിക്കാം,
അടുത്തത് ചിലപ്പോൾ IPR ബന്ധപ്പെട്ടതായിരിക്കാം, പിന്നീടുള്ള അഡ്വക്കേറ്റ്സ് ആക്ട് ആയിരിക്കാം, അതിനുശേഷം വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ വരാം, വീണ്ടും ചിലപ്പം കുറച്ച് കഴിഞ്ഞ് എപ്പോഴെങ്കിലും IPR വരാം, അത് കഴിഞ്ഞ് ചിലപ്പോൾ IPC വരാം, അത് കഴിഞ്ഞ് ചിലപ്പം BNSS വരാം, അങ്ങനെ മിക്സ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു 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 ക്വസ്റ്റ്യൻ കണ്ടാൽ അത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്വസ്റ്റ്യൻ ആണോ, ഫാമിലി ലോയിലെ ക്വസ്റ്റ്യൻ ആണോ, അതോ അത് IPCയിലെ ക്വസ്റ്റ്യൻ ആണോ, BNSSലെ ക്വസ്റ്റ്യൻ ആണോ, അത് തന്നെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം ആദ്യം നമുക്കത് ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഒന്ന് അസസ് ചെയ്യാന്നുള്ളതാണ് ഇതിനകത്തെ ആദ്യ ഘട്ടമായിട്ടുള്ളത്. അത് അസസ് ചെയ്ത് അതൊന്ന് ഗ്രൂപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ബെയർ ആക്ട് നോക്കാൻ എളുപ്പമായിരിക്കും. അതായത് ഏത് തരം നിയമത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ഒരു ഗ്രൂപ്പ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് പെൻസിൽ വെച്ച വല്ല ഒന്ന് മാർക്ക് ചെയ്താൽ ഒരു ബുക്ക് എടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം മാർക്ക് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പം ഏതായാലും ഈ ക്വസ്റ്റ്യൻ റിട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനകത്ത് ആർട്ടിക്കിളെന്നോ അങ്ങനെയൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബുക്ക് നോക്കി ഇതിനെപ്പറ്റി അറിയാത്ത ഒരാൾക്ക് തപ്പിപ്പിടിക്കാൻ അത്ര എളുപ്പമല്ല. എന്നാൽ കഴിഞ്ഞ ചോദ്യം അങ്ങനെ പറ്റുമായിരുന്നു. സ്പെസിഫിക് ആയിട്ട് നമുക്ക് മനസ്സിലാവും ആർട്ടിക്കിൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബെയർ ആക്ട് എടുക്കുക, അതിൽ നമുക്ക് ആർട്ടിക്കിൾ 13 പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഉത്തരം ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇതങ്ങനെ പറ്റില്ല. അപ്പോൾ ഇത് കുറച്ച് കൺസെപ്റ്റ് അറിയണം. കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്, പക്ഷേ കൺസെപ്റ്റ് അറിഞ്ഞാൽ എളുപ്പമാണ്. Which writ is primarily issued to produce a detained person before the court to examine the legality of detention? ഇതാണ് ചോദ്യം. ഏത് റിട്ടാണ് ഒരു ഡീറ്റെയിൻഡ് ആയിട്ടുള്ള പേഴ്സണെ കോടതി മുമ്പാകെ ഡിറ്റൻഷന്റെ ലീഗാലിറ്റി എക്സാമിൻ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള റിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ ഏത് റിട്ടാണ് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്? ചോദ്യം സിമ്പിളാണ്, പക്ഷേ ആ റിട്ട് എന്നുള്ള കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ പലതരത്തിലുള്ള റിട്ടുണ്ട്. മണ്ടാമസ് ഉണ്ട്, ഹേബിയസ് കോർപ്പസ് ഉണ്ട്, ഷെയർഷ്യോറേ ഉണ്ട്, ക്യൂഒ വാറന്റ് ഉണ്ട്. അപ്പോൾ ഇതിവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതാണ്? എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞു, ഹേബിയസ് കോർപ്പസ് ആണ് ഇതിന്റെ ആൻസർ. ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്താണ്? ടു പ്രൊഡ്യൂസ് ദി ബോഡി എന്നുള്ളതാണ് ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം. മറ്റു ഓപ്ഷൻസും കൂടെ നമുക്കൊന്ന് നോക്കിപ്പോവാം. ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ തന്നെ അതുമായിട്ട് അനുബന്ധ കാര്യങ്ങളിലൂടെ അങ്ങ് പഠിച്ചു പോയാൽ നമുക്ക് ഇതേ ചോദ്യം തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ വരുന്നത്. അനുബന്ധമായ ചോദ്യങ്ങളാണ് ചോദിച്ചെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മണ്ടാമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ടാമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി കമാൻഡ് എന്നുള്ളതാണ് മണ്ടാമസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഒരു കമാൻഡ് പോലെ ഒരു റിട്ട് ഉപയോഗിക്കേണ്ടപ്പോഴാണ് മണ്ടാമസ് ഉപയോഗിക്കുന്നത്. ക്യൂഒ വാറണ്ടോ എന്ന് പറഞ്ഞാൽ ഓൺ വാട്ട് അതോറിറ്റി എന്നാണ്. ഒരാൾ ഒരു പബ്ലിക് അതോറിറ്റി ഒക്യുപ്പൈ ചെയ്യുകയാണ്. ഓൺ വാട്ട് അതോറിറ്റി ഹി ഈസ് ഒക്യുപ്പൈയിങ് ദാറ്റ് എന്നുള്ളത് ചോദിക്കുന്നതാണ് ക്യൂഒ വാറണ്ടോ. പിന്നീടുള്ള റിട്ടാണ് പ്രൊഹിബിഷനും സെർഷ്യോറയും. പ്രൊഹിബിഷനും സെർഷ്യോറയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രൊഹിബിഷൻ ഒരു ലോവർ കോർട്ടിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കേസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്ന തരത്തിലുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ. ആ കേസ് നടന്നു കഴിഞ്ഞ് അത് ക്വാഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റിട്ടാണ് സെർഷ്യോറൈ. അപ്പോൾ ആ റിട്ടുകളെ പറ്റി ഒന്ന് തീർച്ചയായിട്ടും നോക്കണം. റിട്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആർട്ടിക്കിൾ 32 ആണ് സുപ്രീം കോർട്ടിന്റെ റിട്ട് ജൂറിസ്ഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 226 ആണ് ഹൈക്കോർട്ടിന്റെ റിട്ട് ജൂറിസ്ഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസ് ദി ബോഡി എന്നാണ്. ഹേബിയസ് കോർപ്പസ് സെക്യൂർസ് പേഴ്സണൽ ലിബർട്ടി ബൈ റിക്വയറിംഗ് ദി ഡീറ്റെയിനിങ് അതോറിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് ജസ്റ്റിഫൈ ദി ഡിറ്റൻഷൻ എന്നുള്ളതാണ് ഹേബിയസ് കോർപ്പസ്. ഇനി അടുത്തത് 4ാമത്തെ ചോദ്യം. നമ്മളിപ്പോൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 4ാമത്തെ ചോദ്യം. ഇവിടെ ആർട്ടിക്കിൾസ് സ്പെസിഫൈഡ് ഉണ്ട്, അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എളുപ്പമാണ്. ആർട്ടിക്കിൾ 32 ഇൻ കമ്പാരിസൺ വിത്ത് ആർട്ടിക്കിൾ 226 ചൂസ് ദി മോസ്റ്റ് ആക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ്. ആർട്ടിക്കിൾ 32നെയും ആർട്ടിക്കിൾ 226നെയും കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ശരിയായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ശരിയായ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ആ ഓരോരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 32 ആൻഡ് ആർട്ടിക്കിൾ 226 ആർ ഐഡന്റിക്കൽ ഇൻ സ്കോപ്പ്. ഒരേപോലെയാണ്, അതിന്റെ സ്കോപ്പിൽ ഒരേപോലെയാണെന്നുള്ളതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി പറയുന്നത് ആർട്ടിക്കിൾ 32 ഈസ് അവൈലബിൾ ഫോർ ദി വയലേഷൻ ഓഫ് എനി ലീഗൽ റൈറ്റ്. ആർട്ടിക്കിൾ 226 ഈസ് ഓൺലി ഫോർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓപ്ഷൻ സി നോക്കാം. ആർട്ടിക്കിൾ 32 ഈസ് സ്പെസിഫിക്കലി ഫോർ ദി എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. Article 226 can be used for fundamental rights as well as other
ലീഗൽ റൈറ്റ്സ്. ഈ ഓപ്ഷൻ ഡി എടുക്കാം. ആർട്ടിക്കിൾ 226 ഈസ് നാരോവർ ദാൻ ആർട്ടിക്കിൾ 32. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, 4 സ്റ്റേറ്റ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോളജ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. നോളജ് ഉണ്ടെങ്കിൽ അറിയാം, നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന്. അറിയാമെങ്കിൽ അവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കുമ്പോൾ ആൻസറിലേക്ക് എത്താം. പക്ഷേ ഇത് ടെക്നിക്ക് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഈ ഒരു ചോദ്യം കണ്ടാൽ ഇപ്പം ബെയർ ആക്ട് ഉണ്ടെങ്കിൽ ആർട്ടിക്കിൾ 32 എടുത്തു നോക്കാം, ആർട്ടിക്കിൾ 226 എടുത്തു നോക്കാം. പക്ഷേ അത് ബെയർ ആക്ട് നോക്കിയാലും ഇത് കൺസെപ്റ്റ് അറിയാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പം പിന്നെ ഇതെങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ഇതിനകത്ത് നിങ്ങൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഒന്ന് എടുത്തു നോക്കാം. ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും കോൺട്രഡിക്ടറി ആണ്. ഒരു സാധനത്തിനെ കോൺട്രഡിക്റ്റ് ചെയ്യുകയാണ്, ഓപ്പോസിറ്റ്സ് ആയിട്ടാണ് ആ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിരിക്കുന്നത്. ബി ഒരു കാര്യം പറയുന്നു, അതിൻ്റെ നേരെ തിരിച്ചിടുന്നത് പോലെയാണ് സി. അപ്പോൾ അതിൽ ഏതെങ്കിലും ആണ് ഉത്തരമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള 2 എണ്ണം വരുമ്പോൾ അതിലൊന്ന് ഉത്തരവാകാനുള്ള സാധ്യത കൂടുതലാണ്. ആ അർത്ഥത്തിൽ ഓപ്ഷൻ ബി നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32 ഈസ് അവൈലബിൾ ഫോർ ദി വയലേഷൻ ഓഫ് എനി ലീഗൽ റൈറ്റ്, ആർട്ടിക്കിൾ 226 ഈസ് ഫോർ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി തിരിച്ചു വരുമ്പം അത് നേരെ തിരിച്ചിട്ടിരിക്കണം. ഓപ്ഷൻ സി വന്നിരിക്കുന്നത് ആർട്ടിക്കിൾ 32 ഈസ് സ്പെസിഫിക്കലി ഫോർ ദി എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ആർട്ടിക്കിൾ 226 ക്യാൻ ബി യൂസ് ഫോർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആസ് വെൽ ആസ് അതർ ലീഗൽ റൈറ്റ്സ്. അപ്പം ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ഇത് നമ്മളൊരു കൺവെൻഷണൽ വിസ്ഡത്തിന് എഗെയിൻസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. നമ്മൾ വിചാരിക്കും സാധാരണ സുപ്രീം കോർട്ടിന്റെ പവറാണ് ഹൈക്കോർട്ടിന്റെ പവറിനേക്കാളും കൂടുതലെന്ന്. പക്ഷേ റിട്ട് ജൂറിസ്ഡിക്ഷൻ വരുമ്പോൾ ശരിക്കും ഹൈക്കോർട്ടിനാണ് സുപ്രീം കോർട്ടിനേക്കാളും കുറച്ചും കൂടി വിശാലമായ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ വിശാലമായ പവർ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് കൺവെൻഷണൽ വിസ്ഡത്തിന് എഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഹൈക്കോർട്ടിന് റിട്ട് എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഫണ്ടമെന്റൽ റൈറ്റിന്റെ എൻഫോഴ്സ്മെന്റിന് മാത്രമല്ല, ലീഗൽ റൈറ്റിന്റെ എൻഫോഴ്സ്മെന്റിനും ഹൈക്കോർട്ടിന് ആർട്ടിക്കിൾ 226 അനുസരിച്ച് റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉപയോഗിക്കാം. എന്നാൽ സുപ്രീം കോർട്ടിന് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഫോഴ്സ്മെന്റിന് മാത്രമാണ് റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉപയോഗിക്കാവുന്നത്. അതാണ് ആർട്ടിക്കിൾ 32. ആ അർത്ഥത്തിൽ ആർട്ടിക്കിൾ 226 ഈസ് വൈഡർ ദാൻ ആർട്ടിക്കിൾ 32 ആണ്. അപ്പോൾ അതിനെ നേരെ തിരിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഓപ്ഷൻ ഡി തെറ്റാവുന്നത്. ഓപ്ഷൻ എ തെറ്റാവുന്നത് എന്തുകൊണ്ടാണ്? ആർട്ടിക്കിൾ 32 ആൻഡ് ആർട്ടിക്കിൾ 226 ആണ് ഐഡന്റിക്കൽ ഇൻ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. ഐഡന്റിക്കൽ ഇൻ സ്കോപ്പ് അല്ല, ആർട്ടിക്കിൾ 226 ഈസ് വൈഡർ ഇൻ സ്കോപ്പ് ആണ്. അപ്പോൾ ഐഡന്റിക്കൽ സ്കോപ്പ് അല്ല. പിന്നെ ഓപ്ഷൻ ബി കൺസെപ്റ്റിനെ നേരെ തിരിച്ചിട്ടിരിക്കുകയാണ്. ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇങ്ങനെ ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ് 2 ഓപ്ഷനിൽ വന്നാൽ അതിൽ ഒന്ന് ശരിയായ ഉത്തരം ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതും ഈ MCQ സോൾവ് ചെയ്യുന്നതിൽ ഒരു ടെക്നിക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 19 ക്ലോസ് 2 ആണ് അല്ലേ? അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൗണ്ട്സ് ഈസ് നോട്ട് എ പെർമിസിബിൾ റെസ്ട്രിക്ഷൻ അണ്ടർ ആർട്ടിക്കിൾ 19 ക്ലോസ് 2 ഓൺ ദി ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അതിൻ്റെ ക്ലോസ് 2 എടുത്തു നോക്കണം. ആ ക്ലോസ് 2വിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. അതായത് മിക്കവാറും റൈറ്റുകളെല്ലാം എങ്ങനെയാണ്, ആദ്യം തന്നെ കുറേ റൈറ്റ് തരും. ആ റൈറ്റ് തന്നു കഴിഞ്ഞിട്ട് ആ റൈറ്റ് ആബ്സല്യൂട്ട് അല്ലെന്നും അതിനെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് പാർലമെന്റിന് കൊണ്ടുവരാൻ പറ്റുമെന്നും പറയും. അതാണ് സാധാരണ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ എല്ലാ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വേർഡിങ്സ്. അപ്പോൾ ആ കേസ് ആലോചിക്കുക. ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ അകത്ത് റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനായിട്ട് ഏതൊക്കെ ഗ്രൗണ്ട്സ് ആണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ട് ഏതൊക്കെയാണ് ഗ്രൗണ്ട് അല്ലാത്തത് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ് ഗ്രൗണ്ട് എന്ന് അറിയണം. ഇത് കാണാതെ അറിയാമെങ്കിൽ വളരെ നല്ലത്. കാണാതെ അറിയില്ലെങ്കിലും ബെയർ ആക്ട് നോക്കി ചെയ്യാവുന്ന കാര്യം തന്നെ ഉള്ളൂ. ആർട്ടിക്കിൾ 19 എടുത്ത് പറയുന്നുണ്ട്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എന്തൊക്കെയാണ് ഗ്രൗണ്ട്സ്, അലൗഡ് ആയിട്ടുള്ള ഗ്രൗണ്ട്സ് എന്താണെന്ന് നോക്കുക. പബ്ലിക് ഓർഡർ അലൗഡ് ആണോ? അലൗഡ് ആണ്. ഡിഫമേഷൻ അലൗഡ് ആണോ? അലൗഡ് ആണ്. നാഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ് അലൗഡ് ആണോ? അതും അലൗഡ് ആണ്. പബ്ലിക് ഹെൽത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ ആണോ? അല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. പബ്ലിക് ഹെൽത്ത് ആണ് നമ്മൾ ഇവിടെ ആൻസറായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം റീസണബിൾ റെസ്ട്രിക്ഷൻ്റെ ഗ്രൗണ്ട്സ് തന്നെയാണ്.
അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, പബ്ലിക് ഓർഡർ, ഡീസൻസി, മൊറാലിറ്റി, ഡിഫമേഷൻ, കണ്ടംപ്റ്റ് ഓഫ് ദി കോർട്ട്, ഇൻസൈൻമെന്റ് ടു ആൻ ഒഫൻസ്, സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്സ്, ഇതൊക്കെ റീസണബിൾ റെസ്ട്രിക്ഷൻസിന്റെ ഗ്രൗണ്ടാണ്. എന്നാൽ പബ്ലിക് ഹെൽത്തിനെ ഈ ഒരു കാറ്റഗറിയിൽ 19 Clause 2 കാറ്റഗറിയിൽ ഒരു ഗ്രൗണ്ട് അല്ല, അത് 19 Clause 6 വരുന്നത്. ട്രേഡ് ആൻഡ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനകത്താണ് പബ്ലിക് ഹെൽത്ത് എന്നുള്ള ഒരു കാറ്റഗറി വരുന്നത്. ആർട്ടിക്കിൾ 19 Clause 2 വരുന്ന ഒരു കാര്യമല്ല പബ്ലിക് ഹെൽത്ത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആർട്ടിക്കിൾ 20 ബന്ധപ്പെട്ടാണ്. ആർട്ടിക്കിൾ 20 പ്രൊവൈഡ്സ് എമംഗ് അതേഴ്സ്. ഇതാണ് ചോദ്യം. ഇവിടെയും എടുത്തു പറയുന്നുണ്ട് ആർട്ടിക്കിൾ 20 എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് 20th ആർട്ടിക്കിളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്താൽ മതി, കാര്യങ്ങൾ എളുപ്പമാണ്. ഇനിയിപ്പം ബെയർ ആക്ട് ഇതുവരെയും കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. ബെയർ ആക്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ഹാൾ ടിക്കറ്റിൽ ഉണ്ടെങ്കിൽ നമ്മളിത് കാണാതെ പിടിച്ചിട്ട് പോയാലേ പറ്റുള്ളൂ. ബെയർ ആക്ട് ഉണ്ടെങ്കിൽ ഇത് ബെയർ ആക്ട് ഇന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിലേക്ക് ഒന്ന് വീണ്ടും നോക്കാം. ആർട്ടിക്കിൾ 20 പ്രൊവൈഡ്സ് എമംഗ് അതേഴ്സ് എ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ ആൻഡ് ഡബിൾ ജിയോപാഡി. Option B, protection against preventive detention. Option C, right to legal aid. Option D, protection against arbitrary search and seizure. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആർട്ടിക്കിൾ 20 പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആർട്ടിക്കിൾ 20 ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ താഴെ വരുന്ന കാര്യമാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ കഴിഞ്ഞ് വരുന്ന ആർട്ടിക്കിളാണ് അല്ലേ. അപ്പോൾ ഫ്രീഡമായിട്ട് ബന്ധപ്പെട്ടാണ്, റൈറ്റ് ടു ഫ്രീഡം എന്നുള്ള കാറ്റഗറിയിൽ ആണ് ആർട്ടിക്കിൾ 20 വരുന്നത് അല്ലേ. അപ്പം അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ആലോചിക്കുക. അതിൻ്റെ അകത്ത് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആർട്ടിക്കിൾ 20 ഉണ്ടോ എന്നാലോചിക്കുക. അല്ലെങ്കിൽ റൈറ്റ് ടു ലീഗൽ എയ്ഡ് അവിടെ ഉണ്ടോ? പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ആർബിട്രറി സെർച്ച് ആൻഡ് സീഷർ അത് ആർട്ടിക്കിൾ 20 ആണോ എന്നുള്ളതാണ്. ഇതിൽ ബിയും സിയും ഡിയും നോക്കുക. ബിയും ഡിയും ആർട്ടിക്കിൾ 22 ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓപ്ഷൻ സി റൈറ്റ് ടു ലീഗൽ എയ്ഡ്, ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് ആർട്ടിക്കിൾ 21 കണക്ട് ചെയ്യാം. റൈറ്റ് ടു ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇംപ്ലിസിറ്റ് റൈറ്റ് പോലെ എടുക്കാം. അതിനെപ്പറ്റി DPSPയിലും പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ അത് റിലവൻ്റ് അല്ല. ആർട്ടിക്കിൾ 20 ഡബിൾ ജിയോപാഡി പാടില്ല, ഒരു തെറ്റിന് 2 ശിക്ഷ പാടില്ല. അതുപോലെ തന്നെ സെൽഫ് ഇൻക്രിമിനേഷൻ പാടില്ല, അതായത് സെൽഫ് വിറ്റ്നസ് ആവാനായിട്ട് ഒരാളെ കമ്പൽ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 20 അപ്പോൾ ഇതിൻ്റെ ആൻസർ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ ആൻഡ് ഡബിൾ ജിയോപാഡി ആർട്ടിക്കിൾ 20 വരുന്ന കാര്യമാണ്. ലീഗൽ എയ്ഡ് ഞാൻ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 21 ചേർത്ത് ആലോചിക്കുക. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ സേഫ് ഗാർഡ്സ് പറയുന്നത് ആർട്ടിക്കിൾ 22 അടുത്ത ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം. എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, എമർജൻസി ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഒരു സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻ പോലെയുള്ളൊരു ചോദ്യമാണ്. സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻ അല്ല, എന്നാലും അതുപോലെ. During a proclamation of emergency under Article 352 on the grounds of war or external aggression or armed rebellion, which provision specifically suspends the rights conferred by Article 19? അപ്പം ഇത് ഏത് പ്രൊവിഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓരോ ഇപ്പം എക്സാക്ട് ആൻസർ അറിയില്ലെങ്കിൽ നമുക്ക് ബെയർ ആക്ട് നോക്കണമെങ്കിൽ ഇതിലെ ഓരോ ആർട്ടിക്കിളും എടുത്തു നോക്കേണ്ടി വരും. ആർട്ടിക്കിൾ 355 എടുത്തു നോക്കണം, 358 എടുത്തു നോക്കണം, 359 എടുത്തു നോക്കണം, 360 എടുത്തു നോക്കണം. അറിയാമെങ്കിൽ പെട്ടെന്ന് എളുപ്പമാണ്. അറിയാവുന്നവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ഏത് ആൻസറാണ്. ഇതിൻ്റെ ആൻസർ ആർട്ടിക്കിൾ 358 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഡ്യൂറിങ് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി. അപ്പോൾ എമർജൻസി പ്രൊക്ലമേഷനാണ്. അപ്പോൾ ഇന്ത്യയിലെ എമർജൻസികളെ പറ്റി ഒന്ന് ആലോചിക്കുക. ഇന്ത്യയിൽ ഏതൊക്കെ തരം എമർജൻസിയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിൽ പ്രധാനമായി 3 തരം എമർജൻസിയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയെ പറ്റിയും, ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള എമർജൻസിയെ പറ്റിയും, ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസിയെ പറ്റിയാണ് പറയുന്നത്. 3 തരം: 352 നാഷണൽ എമർജൻസി, 356 സ്റ്റേറ്റ് എമർജൻസി, 360 ഫിനാൻഷ്യൽ എമർജൻസി. ഇതാണ് 3 തരം എമർജൻസി.
അപ്പോൾ ഇനി ആർട്ടിക്കിൾ 352 ഗ്രൗണ്ട്സ്, നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള ഗ്രൗണ്ടുകളാണ് വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ അല്ലെ ആംഡ് റിബലിയൻ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആർട്ടിക്കിൾ 19, അതായത് ആർട്ടിക്കിൾ 19 എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അത് സസ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 352 ആണ് നാഷണൽ എമർജൻസി, ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 358 Article 358 automatically suspends freedoms under Article 19 during a valid 352 national emergency. അതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇതൊരു മാച്ച് ദി ഫോളോയിങ് പോലെയുള്ളൊരു ചോദ്യമാണ്. മാച്ച് ദി ഫോളോയിങ് പോലെ ചൂസ് ദി കറക്റ്റ് പെയർ റിഗാർഡിംഗ് സുപ്രീം കോർട്ട്സ് ജൂറിസ്ഡിക്ഷൻ. അത്ര എളുപ്പമല്ല, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ്, പക്ഷേ മാച്ച് ദി ഫോളോയിങ് പോലെയാണ്. ഇതിൽ കറക്റ്റായിട്ട് പെയർ ചെയ്തിരിക്കുന്ന ചോദ്യം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആർട്ടിക്കിൾ 131 അഡ്വൈസറി ജൂറിസ്ഡിക്ഷനുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. അത് ശരിയാണോ എന്ന് ആലോചിക്കണം. ആർട്ടിക്കിൾ 136 സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ എന്നുള്ള കാറ്റഗറിയുമായിട്ടാണ് ടാഗ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 143 ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്നും ആർട്ടിക്കിൾ 32 അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഇൻ സിവിൽ കേസസ് എന്നുമാണ് എഴുതിയേക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ അങ്ങ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അത് എലിമിനേറ്റ് ചെയ്താൽ തന്നെ പിന്നെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനിൽ ഒന്നാവുമല്ലോ കറക്റ്റ് ആൻസർ. അപ്പം തെറ്റായിട്ടുള്ളതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ആർട്ടിക്കിൾ 32 എന്താണ്? നമുക്കറിയാം, റിട്ട് ജൂറിസ്ഡിക്ഷൻ ആണ്. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞതേ ഉള്ളൂ. ആർട്ടിക്കിൾ 32 റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ടാണ്. അത് റിട്ട് ജൂറിസ്ഡിക്ഷൻ ആണ്. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഇൻ സിവിൽ കേസാണ്. ഇത് രണ്ടാണ് അല്ലേ? ആർട്ടിക്കിൾ 32 റിട്ട് ജൂറിസ്ഡിക്ഷൻ ആണ്, അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഇൻ സിവിൽ കേസസ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആർട്ടിക്കിൾ 32 എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഈ മൂന്നെണ്ണത്തിൽ ഒന്നാവാനേ വഴിയുള്ളൂ. ആർട്ടിക്കിൾ 143 ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. സുപ്രീം കോർട്ടിന്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റും യൂണിയനുമായിട്ടുള്ള തർക്കമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷനകത്ത് വരുന്നത്. ആർട്ടിക്കിൾ 143 അതുമായിട്ട് ബന്ധപ്പെട്ടതാണോ, അതോ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെട്ടാണോ ആർട്ടിക്കിൾ 143? പ്രസിഡന്റ് സുപ്രീം കോർട്ടിനോട് അഡ്വൈസ് ചോദിക്കുന്നത് ഏത് ജൂറിസ്ഡിക്ഷനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഇവിടെ ഓപ്ഷൻ എയിൽ എഴുതിയേക്കുന്നത്. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്നാണ് എഴുതിയേക്കുന്നത്. അതിനെ ടാഗ് ചെയ്തേക്കുന്നത് ആർട്ടിക്കിൾ 131 ആണ്. ആർട്ടിക്കിൾ 131 ആണോ ആ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വരിക. ഓപ്ഷൻ ബി എന്താണ്? ആർട്ടിക്കിൾ 136. അവിടെ സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ ആണ്. സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ പെർമിഷൻ ടു അപ്പീൽ. അതായത് സുപ്രീം കോർട്ടിന് ഒരു അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, പക്ഷേ ലോവർ കോർട്ട്സിൽ നിന്ന് ഹയർ കോർട്ട്സിലേക്ക് വരുമ്പോൾ അപ്പീൽ എടുക്കാനുള്ളതുണ്ട്. അതായത് ഇപ്പം സബോർഡിനേറ്റ് കോർട്ട്സിൽ ഒരു കേസ് വന്നു, ആ കേസിലെ വിധിയിൽ തൃപ്തരല്ലെങ്കിൽ തൊട്ട് മുകളിൽ ഹൈക്കോർട്ടിൽ വേണേൽ അപ്പീൽ കൊടുക്കാം, അതല്ലെങ്കിൽ നേരെ തന്നെ സുപ്രീം കോർട്ടിലേക്ക് വേണമെങ്കിലും അപ്പീൽ കൊടുക്കാം. അപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ ഡിസ്ക്രിഷനാണ് ആ അപ്പീൽ എൻ്റർടൈൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ആ അപ്പീലിന് ഒരു പെർമിഷൻ കൊടുക്കുക എന്നുള്ള വാക്കാണ് ഇവിടെ സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കേണ്ടത്. ആ സ്പെഷ്യൽ ലീവ് എന്ന് പറഞ്ഞാൽ SLP ആണ്, സ്പെഷ്യൽ ലീവ് പെറ്റീഷനാണ്. അപ്പോൾ ആ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പെർമിഷനാണ് അവിടെ കിട്ടേണ്ടത്. അതിൻ്റെ ആർട്ടിക്കിള് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. മറ്റേത് രണ്ടും മിക്സ് ചെയ്താണ് കിടക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 136 സ്പെഷ്യൽ ലീവ് ടു അപ്പീലാണ്. ആർട്ടിക്കിൾ 131 ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ്. ആർട്ടിക്കിൾ 131 ആണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. സെൻട്രൽ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ പരിധിയിലാണ്. അതാണ് ആർട്ടിക്കിൾ 131. ആർട്ടിക്കിൾ 143 ആണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് തമ്മിൽ ജംബിൾ ചെയ്താണ് വന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 143 അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആണ്. അതായത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് സുപ്രീം കോർട്ടിനോട് അഡ്വൈസ് ചോദിക്കാം. ഇപ്പൊ റേ ബെർബറി കേസിലൊക്കെ ചോദിച്ചതുപോലെ അങ്ങനെ അഡ്വൈസ് ചോദിക്കുന്നത് ആർട്ടിക്കിൾ 143 ആർട്ടിക്കിൾ 32 റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അത് അപ്പീലേറ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ കണ്ടത്, തെറ്റാണ്.
അപ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 9ാമത്തെ ചോദ്യം. ഇതെന്ത് ചോദ്യമാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് പാർട്ട് ഓഫ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? ഒരു നല്ല ചോദ്യമാണ്. ബേസിക് സ്ട്രക്ചറിനെ പറ്റി ഒരു ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് കാണാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഇത് നമുക്ക് ബെയർ ആക്റ്റിൽ നിന്ന് കിട്ടില്ല. കാര്യം ഇത് ബെയർ ആക്റ്റിൽ ഉള്ളതല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബേസിക് സ്ട്രക്ചർ എന്നൊരു സാധനം അവിടെ ഡിഫൈൻ ചെയ്തിട്ടേ ഇല്ല. ഇത് സുപ്രീം കോർട്ടിന്റെ ഒരു ഇന്നോവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ബെയർ ആക്റ്റിൽ നിന്ന് കിട്ടാത്ത ഒരു ചോദ്യമാണിത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് പാർട്ട് ഓഫ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പോൾ ബേസിക് സ്ട്രക്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം. കേശവാനന്ദ ഭാരതി കേസിൽ നിന്നാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ വരുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഭരണഘടനയ്ക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഭരണഘടനയിൽ അമെൻമെന്റ്സ് വരുത്താൻ പാർലമെന്റിന് അധികാരം ഉണ്ടെങ്കിലും ഈ ബേസിക് സ്ട്രക്ചറിനെ ചേഞ്ച് വരുത്തുന്ന തരത്തിലുള്ള ബേസിക് സ്ട്രക്ചറിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന തരത്തിലുള്ള ചേഞ്ചസ് പാടില്ല എന്നുള്ളതാണ്. ബേസിക് സ്ട്രക്ചറിനെ അമെൻഡ് ചെയ്യുമ്പോഴും ആ സ്ട്രക്ചറിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന തരത്തിലാവരുത് അമെൻമെന്റ്. ആ ബേസിക് സ്ട്രക്ചറിൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്യുന്ന തരത്തിലാവാം, പക്ഷെ ഡിസ്ട്രോയ് ചെയ്യുന്ന തരത്തിലാവരുത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ബേസിക് സ്ട്രക്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് അറിയണം. അപ്പം നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം, അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്, അത് ബേസിക് സ്ട്രക്ചറിലുണ്ടോ? ജുഡീഷ്യൽ റിവ്യൂ, അത് ബേസിക് സ്ട്രക്ചറിലുണ്ടോ? ആനുവൽ യൂണിയൻ ബഡ്ജറ്റ്, അത് ബേസിക് സ്ട്രക്ചറിലുണ്ടോ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആസ് ജസ്റ്റീഷ്യബിൾ റൈറ്റ്സ്, അങ്ങനെ ഒരു കാര്യം ബേസിക് സ്ട്രക്ചറിലുണ്ടോ? ഇതിൽ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാവുന്നവർക്ക് അറിയാം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ജസ്റ്റീഷ്യബിളേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റേ തെറ്റാണ്. ഇതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ജസ്റ്റീഷ്യബിൾ അല്ല, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എൻഫോഴ്സബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ കംപ്ലീറ്റ്ലി തെറ്റാണ്. ഇനി റൈറ്റ് ടു പ്രോപ്പർട്ടി ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്, അതൊന്നും നിങ്ങൾക്കറിയാം. റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് 300A അനുസരിച്ച്. അതേപോലെ അതൊരു ലീഗൽ റൈറ്റുമാണ്, പക്ഷെ അത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അപ്പോൾ ഇത് രണ്ടെണ്ണം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. നമ്മളൊരു 50-50 എത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒന്നിലേക്ക് നമുക്ക് എത്താം. ഇനി ആനുവൽ യൂണിയൻ ബഡ്ജറ്റ് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന്റെ പാർട്ടാണോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സുപ്രീം കോടതി വിധി ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ജുഡീഷ്യൽ റിവ്യൂ ബേസിക് സ്ട്രക്ചറിന്റെ പാർട്ടാണ് എന്ന് പറയുന്ന പല കാര്യങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം ജുഡീഷ്യൽ റിവ്യൂ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ജുഡീഷ്യൽ റിവ്യൂ ഞാൻ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 32 ഒക്കെ ആ ജുഡീഷ്യൽ റിവ്യൂ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ആലോചിക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. അത് ബേസിക് സ്ട്രക്ചറിന്റെ ഡോക്ടറിന്റെ ഭാഗമാണ്. ഇത്തവണത്തെ KS എക്സാമിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. KS എക്സാമിന്റെ ചോദ്യം ഇതായിരുന്നു: കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ളൊരു പ്രൊവിഷൻ പക്ഷേ അത് അൺഡെമോക്രാറ്റിക് ആണ്. അങ്ങനെ ഒരു ഉദാഹരണം പറയാനാണ് പറഞ്ഞത്. അതായത് അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു കാര്യം, ഡെമോക്രസിയിൽ അത്ര നല്ലതല്ലാത്ത ഒരു കാര്യം, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല, പക്ഷെ അൺഡെമോക്രാറ്റിക് ആണ്. അങ്ങനെ ഒരു കാര്യം എന്താണ് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവും ജുഡീഷ്യൽ റിവ്യൂ ആണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട പ്രതിനിധികൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നല്ല നിയമങ്ങളല്ല എന്ന് പറഞ്ഞ് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ് കോടതി ചെയ്യുകയാണ്. അപ്പം ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ ആഗ്രഹം നിറവേറപ്പെടാതിരിക്കുകയാണ്, അല്ലേ? അതാണ് അൺഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. പക്ഷെ അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണ്. അത് ബേസിക് സ്ട്രക്ചറിന്റെ പാർട്ടാണ് എന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഓപ്ഷൻ ബി. അത് കറക്റ്റ് ആൻസർ ആണ്. ആനുവൽ യൂണിയൻ ബഡ്ജറ്റ് അല്ല. മറ്റേത് രണ്ടും തെറ്റുമാണ്. ജുഡീഷ്യൽ റിവ്യൂ ഈസ് പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഉണ്ട്. കേശവാനന്ദ ഭാരതി കേസ്, അതുപോലെ 1980 മിനർവ മിൽസ് കേസ്, ഇതിലെല്ലാം ജുഡീഷ്യൽ റിവ്യൂ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന്റെ പാർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോ ലോങ്ങർ എ ഫണ്ടമെന്റൽ റൈറ്റ്. ഇപ്പോൾ അത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് ആസ് പെർ ആർട്ടിക്കിൾ 300A. അതുപോലെ അതൊരു ലീഗൽ റൈറ്റുമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ DPSP നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. അതുകൊണ്ട് ആ ഓപ്ഷനും തെറ്റാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, 10ാമത്തെ ക്വസ്റ്റ്യൻ. അത് DPSPയെ പറ്റിയിട്ടാണ്. DPSP ഇവിടെയും ആർട്ടിക്കിൾ ഏതാണെന്നൊന്നും പറയുന്നില്ല. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ DPSPയുടെ ആർട്ടിക്കിൾ ഏതാണെന്ന് ധാരണയുണ്ടെങ്കിൽ നമുക്ക് ബെയർ ആക്റ്റിൽ നോക്കാം. ഏതാ ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ് DPSPs, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഐഡന്റിഫൈ ദി മോസ്റ്റ് ആക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ്
സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റിയിട്ടുള്ള മോസ്റ്റ് ആക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചേക്കാം. ഒന്ന്, ദേ ആർ എൻഫോഴ്സിബിൾ ബൈ കോർട്സ്. അതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ദേ ആർ നോട്ട് ഫണ്ടമെന്റൽ ഇൻ ദി ഗവേണൻസ് ഓഫ് എ കൺട്രി. ഓപ്ഷൻ സി, ദേ ആർ നോൺ ജസ്റ്റീഷ്യബിൾ ബട്ട് nevertheless binding as guiding principles for lawmaking. Option D, they prevail over all fundamental rights എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ഐഡന്റിഫൈ ദി മോസ്റ്റ് ആക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇതിൽ നമ്മൾ തെറ്റിക്കാനുള്ള ഒരു സാധ്യതയുള്ളത് ദേ ആർ നോട്ട് ഫണ്ടമെന്റൽ ഇൻ ദി ഗവേണൻസ് ഓഫ് ദി കൺട്രി എന്നുള്ളത് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് വിലയിരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആർട്ടിക്കിൾ 36 എടുക്കുമ്പോൾ DPSPയെ പറ്റി കാണാം. അതിനകത്ത് ആദ്യം തന്നെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ആർ ഫണ്ടമെന്റൽ ഇൻ ദി ഗവേണൻസ് ഓഫ് ദി കൺട്രി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് DPSP ഫണ്ടമെന്റൽ ആണ്. നമ്മൾ വിചാരിക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഫണ്ടമെന്റൽ എന്ന്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ DPSPs ആർ ഫണ്ടമെന്റൽ ഇൻ ദി ഗവേണൻസ് ഓഫ് എ കൺട്രി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ ആർ നോട്ട് ഫണ്ടമെന്റൽ ഇൻ ദി ഗവേണൻസ് ഓഫ് എ കൺട്രി എന്നുള്ളത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദേ ആർ എൻഫോഴ്സിബിൾ ബൈ കോർട്സ് എന്നുള്ളത് എഗെയിൻ അതും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞു DPSPs ജസ്റ്റീഷ്യബിൾ അല്ല, അത് കോടതിയിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് സ്റ്റേറ്റിനോടുള്ള ഡയറക്റ്റീവ്സ് ആണ്, സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്ന കുറച്ച് ഡയറക്ഷൻസ് ആണ്. അതാണ് ഒരു പോളിസിയുമാണ്, ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. അതുകൊണ്ട് തന്നെ അത് എൻഫോഴ്സിബിൾ അല്ല. അതാണ് ഓപ്ഷൻ എ. ദേ പ്രിവെയിൽ ഓവർ ഓൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇവിടെ ഓൾ എന്നൊരു വാക്ക് കണ്ടതുകൊണ്ട് തന്നെ അതിനെ ഒരു എക്സ്ട്രീം ആക്കി കണക്കാക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഒരു ഷോർട്ട് കട്ട് പറയാം. ഒരു വാക്ക് ഓർത്താൽ മതി, വൺ ഹു ജനറലൈസസ് ജനറലി ലൈസ് എന്നാണ്. വൺ ഹു ജനറലൈസസ് ജനറലി ലൈസ്. അപ്പൊ ഇവിടെ എന്താണ് ഒരു ജനറലൈസേഷൻ വന്നേക്കുന്നത്? ദേ പ്രിവെയിൽ ഓവർ ഓൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്. എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മുകളിൽ ഇത് പ്രിവെയിൽ ചെയ്യുന്നുള്ളതാണ്. അത് സാധ്യത വളരെ കുറവാണ്. ഒന്നാമത്തെ കാര്യം, DPSPs ജസ്റ്റീഷ്യബിൾ അല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിന് വേണ്ടിയിട്ടാണ്, ഒരു ലിമിറ്റഡ് ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ്. അവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനാണ് ഇമ്പോർട്ടൻസ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എന്നാൽ പല കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്നുള്ളൊരു ഡോക്ട്രിൻ തന്നെയുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് തമ്മിലൊരു ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ട് വേണം നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. ഒന്നൊന്നിന് മുകളിൽ ആണ് എന്നുള്ള അർത്ഥമില്ല. അവിടെ ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് DPSPയെക്കാളും മുകളിലാണ്, ചില DPSP അതിൻ്റെ ഇടയ്ക്ക് വരും, അതിന് താഴെ മറ്റ് ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് വരും. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്, ഇപ്പോൾ ഒരു ഹൈറാർക്കി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ പ്രിവെയിൽ ഓവർ ഓൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ എന്താണ് ബാക്കിയുള്ളത്? ദേ ആർ നോൺ ജസ്റ്റീഷ്യബിൾ ബട്ട് ഹൗവർ ബൈൻഡിങ് ആസ് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഫോർ ലോ മേക്കിംഗ്. അതാണ് ശരി. അത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്, പക്ഷേ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഫോർ ലോ മേക്കിംഗ് എന്നുള്ള അർത്ഥത്തിൽ അത് ബൈൻഡിങ് ആണ്. ആ അർത്ഥത്തിൽ മാത്രമാണ് അത് ബൈൻഡിങ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനിയും DPSPയെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ കൂടെ നമുക്ക് നോക്കാം. DPSP എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ് DPSP ഉള്ളത്. അത് പാർട്ട് 4 ഉള്ളത്. അത് നോൺ ജുഡീഷ്യബിൾ ആണ്. പക്ഷേ ഫണ്ടമെന്റൽ ഇൻ ദി ഗവേണൻസ് ഓഫ് എ കൺട്രിയാണ് ആർട്ടിക്കിൾ 37 വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും ഒരു ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അബ്രോഗേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിനകത്ത് ചില റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കൊണ്ടുവരുവാണെങ്കിൽ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും DPSPയെയും ബാലൻസ് ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ. DPSP എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മുകളിൽ പ്രിവെയിൽ ചെയ്യുന്നൊരു സിനാരിയോവേ ഇല്ല. കാര്യം ഫണ്ടമെന്റൽ റൈറ്റ്സ് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന്റെ പാർട്ടാണ്. ജുഡീഷ്യൽ റിവ്യൂ പോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന്റെ പാർട്ടാണ്. അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാനായിട്ട് ഒരു അമെൻമെന്റിനും പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു MCQ വഴി നമ്മൾ പഠിച്ചത്. എനിക്ക് തോന്നുന്നു കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ ഭാഗത്തെയും ഒന്ന് ഓടിച്ച് ടച്ച് ചെയ്തു. ഫണ്ടമെന്റൽ റൈറ്റ്സ് ടച്ച് ചെയ്തു, DPSP ടച്ച് ചെയ്തു, ജൂറിസ്ഡിക്ഷൻ അങ്ങനെയുള്ള ജുഡീഷ്യറിയുടെ കുറച്ച് ആംഗിളും ഒക്കെ നമ്മൾ ടച്ച് ചെയ്തു. കുറച്ച് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതിനേക്കാൾ ഉപരി എങ്ങനെയാണ് ഏബിന് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും ഏബിന്റെ ചോദ്യങ്ങൾ എങ്ങനെ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതിന്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ട് തീരുന്നില്ല, ഇതൊരു ബേസിക് ക്ലാസ് മാത്രമാണ്. ഇതുപോലെയുള്ള കുറേ വീഡിയോകൾ
നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കാനായിട്ടുണ്ട്. പറ്റുന്നത്രയും വീഡിയോകൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. മറ്റു പല സബ്ജക്റ്റുകൾക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ ലോ മാത്രമല്ല, IPC, CRPC, എവിഡൻസ് ആക്ട്, അതുപോലെ പുതിയ നിയമങ്ങളും, BNS, BNSS, BSA പോലെയുള്ള കാര്യങ്ങൾ, CPC, പിന്നെ ബാക്കി കിടക്കുന്ന മറ്റ് കുറേ ആക്ടുകൾ, ഫാമിലി ലോ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ, അഡ്വക്കേറ്റ്സ് ആക്ട്, അങ്ങനെ മറ്റ് ആക്ട്, ആ 19 ആക്ടുകളിൽ നിന്നും നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് ആ ചോദ്യങ്ങളിൽ കൂടെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി പഠിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തീർന്നതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ കൺസെപ്റ്റ് ലെവൽ ക്ലാസ്സുകളും ഉണ്ടാവാം. ഏതായാലും കോഴ്സിൽ നമുക്കൊരു കോഴ്സ് ഉണ്ടെന്ന് അറിയാമല്ലോ, EBO-ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്രാഷ് കോഴ്സ് ഉണ്ട്. അത് ക്ലിയറൈസ് അക്കാഡമിയുടെ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ആക്സസും കിട്ടും. അതിൽ ഈ വീഡിയോകളൊക്കെ ഉണ്ട്. നമ്മൾ ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് വീഡിയോകളാണ് ലോഡ് ചെയ്തേക്കുന്നത്. പക്ഷേ ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് ഓട്ടോമാറ്റിക്കലി ആ കോഴ്സിലേക്ക് അത് വന്നോളും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആക്സസ് അതിൽ കിട്ടും. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിന് പുറമെ കുറച്ച് PDF രൂപത്തിലുള്ള സ്റ്റഡി മെറ്റീരിയലുകളും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ചെയ്യാവുന്ന കുറച്ച് മോക്ക് എക്സാംസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിങ് ചെയ്ത് വെക്കുന്നുണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഈ ഈ ഈ ഈ ക്ലാസ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. യൂട്യൂബിൻ്റെ താഴെയും നിങ്ങൾക്ക് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം. ഓൾ ദി ബെസ്റ്റ് ഫോർ എയ്ബ്.